ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് എൻ്റെ വെഡ്ഡിങ് ആൽബം ആണ് കേട്ടോ. അതായത് കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ ഒരു 10 വർഷമായി. 2015 ജനുവരി 11 വെഡ്ഡിങ്. വെഡ്ഡിങ്ങിൻ്റെ ടൈമിലുള്ള ഞങ്ങളുടെ ഒരു കോലവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഈ ഫോട്ടോസൊക്കെ കാണുമ്പം നമുക്ക് തന്നെ ഇപ്പം കാണുമ്പോൾ ഒരു അത്ഭുതമാണ്, അയ്യോ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നേ എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഷെയർ ആക്കി തരാം, കുറച്ച് നേരം നിങ്ങൾക്കും ചിരിക്കാമല്ലോ. അപ്പോൾ അതെങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെയും ചേട്ടൻ്റെയും ഒരു കോലം. ഞങ്ങളുടെ അറേഞ്ച്ഡ് മാരേജാണ്, പക്ക അറേഞ്ച്ഡ് മാരേജാണ്. ഞങ്ങൾ കാലഡേൻ സിറിയനാണ് ആക്ച്വലി. അപ്പോൾ അവിടെ അധികം ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഈ RC-കാരെ പോലെ ഒരുപാട് മെമ്പേഴ്സൊന്നുമില്ല, കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇതുവരെ നേരിട്ട് അങ്ങനെ കല്യാണത്തിന് മുമ്പ് നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കോലം. കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. പിന്നെ ഇതെൻ്റെ ഗ്രാൻഡ് പാരൻസ് ആണ്, അതായത് എൻ്റെ ഡാഡിയുടെ അപ്പച്ചനും അമ്മയാണ്. പിന്നെ ഇത് ഞങ്ങൾക്ക് തലേദിവസമുള്ളൊരു ചടങ്ങാണ്, എന്താ കാല് കഴുകി വെള്ളം വീത്തൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചടങ്ങ്. അത് ഡാഡിയുടെ ഏറ്റവും മൂത്ത സിസ്റ്ററാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ചടങ്ങ്. പിന്നെ ഇതാ മധുരം കൊടുക്കൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു ചടങ്ങുണ്ട്. ഇതൊക്കെ വെഡ്ഡിങ്ങിൻ്റെ തലേദിവസമുള്ള ചടങ്ങാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും ആണ്. എൻ്റെ ഒരു വണ്ണമൊക്കെ കണ്ടോ നിങ്ങൾ? ഇപ്പോൾ ഞാനിതെൻ്റെ ഡബിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി, എൻ്റെ ഡാഡി, അനിയൻ, ഞാൻ, മമ്മി. എല്ലാവരുടെയും ഓരോരോ കാര്യങ്ങളെ, ഓരോരോ കോലങ്ങളെ. ടേൻ എൻ്റെ കല്യാണത്തിന് അന്നായിരുന്നു ഞങ്ങൾ കുരിയച്ചിറയാണ് സ്ഥലം, എൻ്റെ വീട് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ പള്ളിയിൽ പെരുന്നാളായിരുന്നു, RC-കാരുടെ പെരുന്നാളായിരുന്നു. അപ്പോൾ കൊട്ടും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞങ്ങളുടെ കല്യാണത്തിൻ്റെ തലേന്ന് പ്ലാൻ ചെയ്തതാണെന്ന്. പക്ഷേ അല്ല, ഇത് നമ്മുടെ വഴി കൂടെ പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്യാമറ ചേട്ടൻ പകർത്തിയെടുത്തതാണത്. ഇതൊക്കെ ഫാമിലി ഫോട്ടോസാണ്, അതായത് ഡാഡിയുടെ ഫാമിലിയാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് ഇത് കംപ്ലീറ്റ് ആയിട്ടും ഡാഡിയുടെ ഫാമിലിയാണ്. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫാമിലി ഫോട്ടോസ്. അങ്ങനെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു 10 വർഷത്തെ മാറ്റം എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. അയ്യോ ഇതാണ് എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ കോലം കേട്ടോ. ഇതിനകത്ത് ഒരു ഫണ്ണി മൊമെൻ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടുത്ത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്താൽ മതി, ഒരുപാട് വാരി വലിച്ചൊന്നും ചെയ്യരുതെന്ന്. അതാ ഈ കാറിൽ നിന്ന് ഇറങ്ങുന്ന ഈ ഫോട്ടോ ഇല്ലേ, എന്നെ കണ്ടിട്ട് ആദ്യം തന്നെ ചോദിച്ചത് ഇതാണോ സിമ്പിൾ മേക്കപ്പ് എന്നാണ്. എല്ലാവരും കോമഡി ആയിട്ട് ചിരിച്ച ഒരു സംഭവം കൂടിയായിരുന്നു കേട്ടോ. കാരണം എൻ്റെ മേക്കപ്പ് തീരെ കൊള്ളില്ലായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും കുറച്ച് മേക്കപ്പൊക്കെ ഇട്ടിട്ട് കണ്ടപ്പോൾ ആർക്കും അത്രയും കൂടി രസിച്ചില്ല. ഇത് പിന്നെ പള്ളിയിൽ എത്തിയിട്ടുള്ള ഓരോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. മോതിരമിടൽ, താലികെട്ടൽ, മന്ത്രക്കോടി തരൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഞങ്ങളുടെ വെഡ്ഡിങ് പിക്ക് ആക്ച്വലി. ഇപ്പോൾ ഹിന്ദുസ് ആണെങ്കിൽ നിങ്ങൾ മാലയിടുക താലികെട്ടുക പറയുന്ന പോലെ തന്നെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഫസ്റ്റ് പിക്കാണ് കേട്ടോ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ട്യൂൺ ഞാൻ തന്നെ ഇടാവേ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവർ നമ്മളൊരു മാല ഇട്ടിട്ടൊക്കെ സ്വീകരിക്കും, അതായത് തരണമാല എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ പേര്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സ്വീകരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വലതുകാല് വെച്ച് ചെക്കൻ്റെ വീട്ടിലോട്ട് അങ്ങ് കയറും. ചെക്കൻ്റെ വീട്ടിലും കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, മധുരം കൊടുപ്പ് പോലത്തെ അങ്ങനത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനും ചേട്ടനും ഹൈറ്റ് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഞാൻ 5.2 ആണ്, ആൾ 5.11 ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആക്ച്വലി നല്ല ഹൈറ്റുള്ള ഒരാളുണ്ട്, അതായത് നമ്മൾ ഹഗ് ചെയ്യുമ്പോൾ ആളുടെ ഹാർട്ടിൻ്റെ അവിടെയൊക്കെ എത്തുന്ന രീതിയിലുള്ള ഹൈറ്റ് ഡിഫറൻസ് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ആഗ്രഹിച്ച പോലെ തന്നെ ഒരാളാണ്, എന്നിരുന്നാൽ കൂടിയിട്ടും ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ് എന്നുള്ളൊരു അഭിപ്രായം എല്ലാവരെയും പോലെ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഹൈറ്റ് നല്ല സൈസ് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഒരു പെൻസിൽ പോലെ, ഞങ്ങൾ പറയും ആനയും തോട്ടിയും പോലെ ഉണ്ട് പറയുമായിരുന്നു. ഇപ്പം ഞാനത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വണ്ണൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ കോലം നിങ്ങളെല്ലാവരും കാണുന്നതാണല്ലോ. പക്ഷേ 10 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെയായിരുന്നു, ഒരു പെൻസിൽ പോലെയായിരുന്നു കേട്ടോ. ഭയങ്കര ഡിഫറൻസ് ഉണ്ട്.
ആരെങ്കിലും ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ലൈഫിലെ ഒരു കാര്യം എന്നാലും അതെങ്ങനെ സംഭവിച്ചു എന്ന് പിടുത്തം കിട്ടാത്ത ഒരു ചോദ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹോണസ്റ്റ്ലി ഞാനിപ്പോഴും എൻ്റെ കെട്ടിയവനോട് പറയും എന്നാലും നിനക്ക് എങ്ങനെ എന്നെ ഇഷ്ടമായിടാന്ന്. അത് ഇപ്പോൾ ഞാൻ മോശമായതുകൊണ്ടെന്നല്ല കേട്ടോ, പക്ഷേ എനിക്കെന്തോ ഇപ്പോഴും എനിക്ക് തോന്നും എന്നെക്കാളും നല്ല പെണ്ണിനെ എൻ്റെ കെട്ടിയവനെ കിട്ടുമല്ലോ. എൻ്റെ കെട്ടിയവൻ ചുന്ദരനല്ലേ, നിങ്ങൾ പറഞ്ഞേ എങ്ങനെയുണ്ട് എൻ്റെ ചെക്കനെ കാണാൻ? അപ്പോൾ ഞാൻ ആളോട് ചോദിക്കാറുണ്ട് എന്നാലും നിനക്ക് എങ്ങനെ എന്നെ ഇഷ്ടമായിന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ലേ. ഇത് പിന്നെ ഇതാ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെ ചെക്കൻ്റെ വീട്ടിലേക്ക് കൈ പിടിച്ച് കൊടുത്തിട്ട് അവർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പോയില്ല, അതിന് ശേഷം എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. അതാണിങ്ങനെ ആകെ കരഞ്ഞ് കണ്ണ് കലങ്ങി നിൽക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ റിസപ്ഷൻ്റെ ഫോട്ടോസാണ് കേട്ടോ. ആദ്യം നിങ്ങൾ കണ്ടത് വെഡ്ഡിങ് ലുക്കാണ്, പിന്നെ അത് കഴിഞ്ഞ് മന്ത്രകോടി എടുത്തിട്ടുള്ള ഫോട്ടോസാണ്. ഇപ്പം ഇത് കാണുന്നത് റിസപ്ഷൻ ലുക്കാണ്. ഇതാണ് എൻ്റെ MCOMൻ്റെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പട. ഇതാണ് ആ പടകൾ, ഇതാണ് ആ പടകൾ. പിന്നെ എന്താണ് നമ്മുടെ സ്റ്റേജിൽ ഇതുപോലെ കേക്ക് കട്ടിങ്, കാൻഡിൽ കത്തിക്കൽ, അതുപോലെ പിന്നെ ഉള്ളൊരു ഫണ്ണി മൊമെൻ്റ് ഉണ്ട്. ഇപ്പം വരും, അതേ ഞാൻ കാണിച്ചു തരാമേ. അയ്യോ എനിക്ക് എൻ്റെ കോലം കണ്ടിട്ട് സഹിക്കുന്നില്ല. പിന്നെ അതാ ഇതൊരു കരിക്കാണ്. അതിനകത്ത് എൻ്റെ ഡാഡിയുടെ വീട്ടുകാർ എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കുമായിരുന്നു. അപ്പോൾ അവർ കരിക്കിൽ ആ സ്ട്രോക്കകത്ത് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആസ് യൂഷ്വൽ എല്ലാ കല്യാണം കഴിയുന്നവർക്ക് ഇതുപോലെ ഒരു പണി കൊടുക്കാറുള്ളതാണ്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ കുടിക്കരുതേ, വെറുതെ പിക്കിന് വേണ്ടി കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതൊരു ഫണ്ണി മൊമെൻ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ 2 ബ്രദേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ബൊക്കെ തന്നു. അതിനുശേഷം ഞങ്ങൾ 2 പേരും കൂടി ആ ബൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. അങ്ങനത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും. പിന്നെ ആസ് യൂഷ്വൽ സ്റ്റേജിൽ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, അടിപൊളി. പിന്നെ ഇത് എല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. രോഷ്ന, രേഷ്മ, ദിവ്യ, അങ്ങനെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫാമിലി ഫോട്ടോസ് ഉണ്ട്, നൈബേഴ്സ് ഉണ്ട്, അങ്ങനെ. ഇതും കംപ്ലീറ്റ് എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പാണ് കേട്ടോ. ഷാനി, സോണിയ, ട്രീസ, എല്ലാവരും ഇപ്പോൾ പുറത്താണ്. ചിലർ ഇവിടെ ഉണ്ട്, ചില ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പം പുറത്താണ്. ഇത് ചേട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, അശ്ന. അങ്ങനെ ചില ഫ്രണ്ട്സൊക്കെ ഇവിടെ തന്നെയുണ്ട്, ചിലരൊക്കെ പുറത്താണ്, വല്ലപ്പോഴൊക്കെ കാണാറുള്ളൂ. ഈ വെഡ്ഡിങ് ആൽബം ഞാൻ മുമ്പൊക്കെ, അതായത് കല്യാണം കഴിഞ്ഞൊരു 2-3 വർഷമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുമായിരുന്നു. ഇത് ഡാഡിയുടെ ഫാമിലി ഞങ്ങൾക്ക് തന്ന ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു, പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയായിരുന്നു. ആ സമയത്തൊന്നും ചേട്ടൻ തീരെ വർത്തമാനം പറയുകയോ കാര്യങ്ങളൊന്നുമില്ല, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം റിപ്ലൈ തരുന്ന ഒരാളായിരുന്നു. ഇപ്പൊക്കെ മാറിയിട്ട് ഇപ്പം എൻ്റെ കൂടെ കൂടി നന്നായി വർത്തമാനമൊക്കെ പറയും. കമ്പനി ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം. പക്ഷേ ഇപ്പൊക്കെ നന്നായി സംസാരിക്കും കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു പട. ചേട്ടൻ്റെ അപ്പുറത്തിരിക്കുന്നത് വരുൺ, മൈ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ ഇത് എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട് ഗ്രൂപ്പാണ്. പിന്നെ ഇത് ഞങ്ങളുടെ ഫാമിലി. അത് നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒറ്റ ഫാമിലിയിലത്തെയാണ് കേട്ടോ അത്രയും ആൾക്കാർ. പിന്നെ ഉള്ളതൊക്കെ ഈ പറഞ്ഞ മാതിരി ഫ്രണ്ട്സും നൈബേഴ്സും ഒക്കെയാണ്. ഓ മൈ ഗോഡ്, മൈ ഫോട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ചേട്ടൻ്റെ വീട് വന്നത്. വീടിൻ്റെ ഹോം ടൂറൊക്കെ കാണിക്കുമെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു, അത് പിന്നെ കാണിക്കാവേ. അപ്പോൾ എൻ്റെ അമ്മ, ഇവിടുത്തെ എൻ്റെ അമ്മച്ചിക്ക് എൻ്റെ കൈ പിടിച്ചങ്ങ് കൊടുക്കുവാണ്. അത് ചെയ്യുന്നത് ആക്ച്വലി ഡാഡിയുടെ മൂത്ത പെങ്ങളാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോഗ്രാഫർ ചേട്ടൻ പറഞ്ഞു, ഒന്ന് കെട്ടിപ്പിടിച്ച് അമ്മയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുത്തേന്ന്. അമ്മച്ചിക്ക് നാണമായി. അങ്ങനെ അവരെല്ലാവരും എൻ്റെ കൈയൊക്കെ പിടിച്ച് ഏൽപ്പിച്ച് എല്ലാവരും കുറച്ച് സീനൊക്കെ അടിച്ച് എല്ലാവരും വീട്ടിലേക്ക് ചെറ പോയിട്ടോ. എൻ്റെ അനിയന് ഭയങ്കര വിഷമമായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. ആക്ച്വലി ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര തല്ലൂട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പക്ഷേ വലുതായപ്പോൾ ഭയങ്കര സെറ്റായിട്ടോ. അങ്ങനെ ആ പരിപാടി അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വേറെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ, സീ യു.